അതിന്റെ ഡിസ്കഷൻ ആണ് ഇന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. So you can see the wedge probe. പ്രോബ് എന്ന് പറയുന്നത് മെഷറിംഗ് ഡിവൈസിനാണ് നമ്മൾ പ്രോബ് എന്ന് പറയുന്നത്. നമുക്ക് ആ സെൻസറിനെ ആണ് നമ്മൾ പ്രോബ് എന്ന് പറയുന്നത്. So wedge probe means that sensing part will having the shape of a wedge. Wedge എന്താ നിങ്ങൾക്ക് അറിയാം. അപ്പൊ അതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഡയഗ്രാം PPT കാണുന്നുണ്ടോ? വിസിബിൾ ആയിട്ടുണ്ടോ നിങ്ങൾക്ക്? വേറെ ഇതാണെന്ന് തോന്നുന്നു. Okay. So the sketch what you see now is the representation sketch of a wedge probe. Wedge probe in the sensor part, sense ചെയ്യുന്ന പാർട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിന്റെ വെഡ്ജിന്റെ ഷേപ്പിലാണ്. യു ഹാവ് അപ്പൊ അതിന്റെ ആ രണ്ട് സൈഡ് ഉണ്ട് അതിന്റെ ഫ്ലാറ്റ് സർഫസ്. ആ ഫ്ലാറ്റ് സർഫസിലാണ് ഈ പോർട്ട് അല്ലെങ്കിൽ സെൻസിങ്ങിന്റെ പ്രഷർ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള holes provided. So that static tab you can see. So this is used for measuring the static port. അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഇത് ഫ്ലോ വെലോസിറ്റിയിൽ നമ്മൾ ഈ പറയുന്ന വെഡ്ജ് പ്രോബ് യൂസ് ചെയ്യാനായിട്ട്, നമുക്ക് വെലോസിറ്റി ഓഫ് ഫ്ലോ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് ഒരു വെഡ്ജ് പ്രോബ് യൂസ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയാണ് മെഷർ ചെയ്യുന്നത് വെച്ചാൽ ജസ്റ്റ് സിമിലർ ടു ഹൗ വി ഹാവ് യൂസ്ഡ് എ സ്റ്റാറ്റിക് ഫിറ്റഡ് ട്യൂബ് ടു മെഷർ ദി ഫ്ലോ റേറ്റ്. ഫിറ്റഡ് ട്യൂബ് നമ്മൾ മെഷർ ചെയ്തിട്ട് എങ്ങനെയാ, ഫിറ്റഡ് ട്യൂബ് വെച്ചിട്ട് നമ്മളെങ്ങനെ ഒരു കംപ്രസിബിൾ ഫ്ലോയില് വെലോസിറ്റി ഓഫ് ഫ്ലോ മെഷർ ചെയ്യുന്നത്? ഫിറ്റഡ് ട്യൂബ് മെഷർ ചെയ്തിട്ട് എങ്ങനെ ആയിരിക്കും ഓർക്കുന്നോ നിങ്ങളെ? ഫിറ്റഡ് ട്യൂബ് അല്ലെ ഫിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ്? how we can use for that for measurement of velocity of flow? Suppose supersonic flow ആണ് നോക്കിയ. Supersonic flow ആണെങ്കിൽ when you insert a fitted tube in a flow, in a supersonic flow, what you have is there is formation of shock wave ahead of the nose of that device. A probe in the nose in a frontal shock wave formation. So actually the fitted tube will be sensing the pressure after that shock wave. Shock wave കഴിഞ്ഞിട്ടാണ് fitted tube ന്റെ ലോട്ട് വരുന്നത്. അപ്പൊ ഫിറ്റഡ് ട്യൂബ് അപ്പൊ സെൻസ് ചെയ്യുന്നത് എന്തായിരിക്കും? ദ കണ്ടീഷൻ ഓഫ് ദി ഫ്ലൂയിഡ് സ്ട്രീം ആഫ്റ്റർ ദ ഷോക്ക്. അപ്പൊ ആ റീജിയനിലെ ഷോക്ക് കഴിഞ്ഞിട്ടുള്ള റീജിയനിലെ പ്രഷർ അത് സെൻസ് ചെയ്യും. ആൻഡ് യു ക്യാൻ ഹാവ് എ സ്റ്റാറ്റിക് പോർട്ട് ഇൻ ദ അപ്സ്ട്രീം സൈഡ് ഓഫ് ദി ഷോക്ക് ടു മെഷർ ദി ആക്ച്വൽ പ്രഷർ ഓഫ് ദ ഫ്ലൂയിഡ് സ്ട്രീം. അപ്പോൾ സ്റ്റാറ്റിക് പോർട്ട് നമ്മൾ ആ ഷോക്കോവിന്റെ അപ്സ്ട്രീം സൈഡ് സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആ വാളിൽ ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് അതിന്റെ അകത്തോട്ട് പ്രോബ് ഒന്നും പോകേണ്ട കാര്യമില്ല. ജസ്റ്റ് വി വിൽ ഹാവ് എ പ്രഷർ പോർട്ട് അറ്റ് ദി ഡ്രിൽഡ് ഓൺ ദി വാൾ ഓഫ് ദി പൈപ്പ്. അപ്പൊ അത് അപ്സ്ട്രീം സൈഡിൽ ഷോക്കോവിന്റെ അപ്സ്ട്രീം സൈഡ് സ്റ്റാറ്റിക് പോർട്ട് ഉണ്ട്. സ്റ്റാറ്റിക് പ്രഷർ ആ ഫ്ലൂയിഡ് സ്ട്രീമിന്റെ സ്റ്റാറ്റിക് പ്രഷർ വാല്യൂ കിട്ടും. Then with the use of this total pressure tube we can get the total pressure after the shock move. അപ്പോൾ അത് POY യും PX ഉം നമുക്ക് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ POY PX റേഷ്യോ ഈസ് റിലേറ്റഡ് ടു ദ മാക് നമ്പർ. ആ ഫ്ലോയുടെ MX എന്നുള്ള മാക് നമ്പർ അപ്സ്ട്രീമിലെ ഫ്ലോയുടെ ആക്ച്വൽ മാക് നമ്പറിനെ റിലേറ്റ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട് സൂപ്പർസോണിക് ഫ്ലോയിൽ. ആ മാക് നമ്പർ ഫ്ലോയുടെ മാക് നമ്പർ നമുക്ക് ആ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം വിത്ത് ദ നോൺ വാല്യൂസ് ഓഫ് POY ആൻഡ് PX. അപ്പൊ അത് ഇക്വേഷൻ നമുക്ക് MX കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി നമുക്ക് മാക് നമ്പർ എന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അതേ രീതിയിലാണ് ഇവിടെയും നമ്മൾ വരുന്നത്. ഇവിടെ ഒരു വെഡ്ജ് പ്രോബ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഡയഗ്രത്തിൽ ഈ സ്ലൈഡ് നോക്കുക, രണ്ട് ഡയഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. അതിൽ രണ്ട് സ്കെച്ചിൽ ആദ്യത്തെ സ്കെച്ച് എന്ന് പറയുന്നത്, ടോപ്പിലെ സ്കെച്ച് എന്ന് പറയുന്നത് സ്ട്രീം ലൈൻസ് ഓർ ദ ഫ്ലോ വെൻ എ വെഡ്ജ് പ്രോബ് ഈസ് ഇൻസേർട്ടഡ് ഇൻ എ സബ്സോണിക് ഫ്ലോ. അപ്പൊ സബ്സോണിക് ഫ്ലോ അതിന്റെ ബിലോ ഡയഗ്രാം റെപ്രസെന്റ്സ് ദിസ് sketch represents the flow when you insert the wedge probe in a supersonic flow. എന്താ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ സബ്സോണിക് ഫ്ലോ എന്ന് പറയുമ്പോൾ there is no discontinuities that happen in the flow. Shock waves in the formation subsonic flow ഇല്ല. So what you can see here is a streamlined flow of the fluid. അപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ നോർമലി നമ്മളൊരു ഫിറ്റഡ് ട്യൂബ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യുന്നു അതിന്റെ യൂസ് ആ കേസ് നമ്മൾ കിട്ടുന്ന പോലെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഇവിടുത്തെ സ്റ്റാറ്റിക് പോർട്ട് വെച്ചിട്ട് നമുക്ക് അവിടുത്തെ പ്രഷർ ഡിഫറൻസ് പ്രഷർ സെൻസ് ചെയ്യും. അപ്പൊ അതാണ് അവിടെ നടക്കുന്നത്. അതേസമയം സൂപ്പർസോണിക് ഫ്ലോയിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നോക്കുക, ഈ വെഡ്ജ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ വെഡ്ജിന്റെ ടിപ്പ് അല്ലെങ്കിൽ നോസ് എന്ന് പറയുന്നത് can see
there is a change. അവിടെ ഒരു ഡയറക്ഷൻ ചേഞ്ച് ആ വരുന്നത് വെച്ചാൽ ഇറ്റ് ആക്ട്സ് ജസ്റ്റ് ലൈക്ക് എ കംപ്രഷൻ കോർണർ. അപ്പൊ കംപ്രഷൻ കോർണറിൽ ഒരു സൂപ്പർസോണിക് ഫ്ലോ എൻകൗണ്ടർ ചെയ്താൽ എന്താ സംഭവിക്കുക? അവിടെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് കഴിഞ്ഞ പ്രീവിയസ് തേർഡ് വീഡിയോയിൽ. there will be formation of an oblique shock. അപ്പോൾ ആ ഒബ്ലിക് ഷോക്കിന്റെ ഫോർമേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ പോയിന്റ് എന്ന് പറയുന്നത്, ഈ നോസ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ കോർണർ ആണ്. അപ്പൊ ഇവിടെ വന്ന് വരുന്ന സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് that will get encountered with this corner and will form an oblique shock. So what we have an oblique എന്ന് പറയുന്നത് എന്താണ്? That is inclined to the flow direction. The flow direction ആണെങ്കിൽ അതിന് inclined ആയിട്ടുള്ള ഒരു compression bow standing against the flow, that is called oblique shock. So this oblique shock will, what is the effect of the shock formation? What we have is, after the shock we have the flow direction and the flow conditions changes. Subsonic conditions and the Mach number that reduces to a very low value. Most probably, most of the time, the flow conditions changes to subsonic. അപ്പോൾ ആ ഫ്ലോ കണ്ടീഷൻസ് അല്ലെങ്കിൽ ഫ്ലോ ബിഹേവിയർ ചേഞ്ച് വരുന്നു ഒബ്ലിക് ഷോക്ക്. അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ രണ്ട് സൈഡിലും രണ്ട് പ്രഷർ ആയിരിക്കും. കാരണം എന്താണ്, ഒബ്ലിക് ഷോക്ക് വന്നു കഴിഞ്ഞാൽ we have the losses in the flow, or that causes sudden changes in the pressure value, അതുപോലെ തന്നെ ഡെൻസിറ്റി വാല്യൂ that increases to a higher value. അങ്ങനെ വെലോസിറ്റി വളരെ ഡ്രോപ്പ് ചെയ്യാന്ന് വെച്ചാൽ പ്രഷർ ഷൂട്ട് ചെയ്യും. ആ പ്രഷർ റേഷ്യോ, സോ വി ക്യാൻ നൗ have the measurement of, അപ്പോൾ ഇവിടെ ഓൾറെഡി പറഞ്ഞു, ഒരു വെഡ്ജ് പ്രോബിന്റെ ഫ്ലാറ്റ് സർഫസിൽ we have a static port here. So what you have here is, ഇവിടെ നോക്കുക, ഇവിടെ ഈ രണ്ട് മെഷർമെന്റ്സ് പോസിബിൾ ആണ്. P2 എന്ന് പറയുന്നത് ഈ വെഡ്ജിലുള്ള സ്റ്റാറ്റിക് പോർട്ട് മെഷർ ചെയ്യും. സിമിലർലി P1 you can measure with the help of some static tube. P1 എന്ന് പറയുന്നത് ആ ഷോക്ക് വേവിന്റെ upstream condition ആണ്. അപ്പോൾ ഈ P1 നമുക്ക് സെപ്പറേറ്റ്ലി മെഷർ ചെയ്യാം യൂസിങ് എ സ്റ്റാറ്റിക് ട്യൂബ്. P2 you can measure with the help of this wedge with the sensor, this port, static port on the flat surface of the wedge. അപ്പോൾ P2 P1 കിട്ടിക്കഴിഞ്ഞാൽ, similar to what we have seen in the case of a pitted tube inserted in a supersonic flow, we have this. ഇത് ആക്ച്വലി ഈ ഇക്വേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാത്തതാണ്, കാരണം ഒബ്ലിക് ഷോക്കിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നതാണത്. സോ ദാറ്റ് റേഷ്യോ യു ക്യാൻ സീ ഹിയർ P2 by P1. P2 by P1 P2 എന്ന് പറയുന്നത് ഈ ഷോക്കോവിന്റെ ഡൗൺ സ്ട്രീമിലുള്ള സ്റ്റാറ്റിക് പ്രഷർ വാല്യൂ, P1 എന്ന് പറയുന്നത് ഇതിന്റെ അപ്സ്ട്രീമിലുള്ള സ്റ്റാറ്റിക് പ്രഷർ വാല്യൂ. ദാറ്റ് റേഷ്യോ ഇസ് റിലേറ്റഡ് ടു M1. M1 എന്ന് പറയുന്നത് എന്താണ്? ഈ ഫ്ലോയുടെ മാക് നമ്പർ, ഇൻകമിംഗ് ഫ്ലോയുടെ മാക് നമ്പർ ആണ് M1 എന്ന് പറയുന്നത്. അപ്പൊ M1 കിട്ടിക്കഴിഞ്ഞാൽ ഫ്ലോ വെലോസിറ്റി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. So we have here 2 gamma by, this relation is P2 by P1, 2 gamma by gamma plus 1 M1 square sin square alpha minus gamma minus 1 by gamma plus 1. Alpha എന്ന് പറയുന്നത് ഷോക്ക് വേവ് ആംഗിൾ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് can see here this oblique shock wave angle ആണ്. അപ്പോൾ ഈ എത്ര ആംഗിൾ ഇത് ഷോക്ക് വേവിന്റെ, this is the direction in which the flow or the fluid flows after the shock wave, and that inclination of that shock wave with this is called the shock angle. Alpha ആണ് അവിടെ വന്നേക്കുന്നത്. പിന്നെ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ നോർമൽ ഷോക്ക് വേവിന്റെ കേസിലാണെങ്കിൽ ഈ ആൽഫ 90 ആയിരിക്കും. ഇഫ് ദ ഷോക്ക് വേവ് ഇസ് നോർമൽ, ഇഫ് യു കൺസിഡർ എ നോർമൽ ഷോക്ക് വേവ്, ആൽഫ ഈസ് 90. കാരണം അവിടെ ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്, ഒരു നോർമൽ ഷോക്ക് വേവിന്റെ കേസിൽ ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദി ഫ്ലോ ഡയറക്ഷൻ. വെലോസിറ്റി സബ്സോണിക് സബ്സോണിക് എന്നാ മാറുമെങ്കിലും ഫ്ലോ ഡയറക്ഷനിൽ ചേഞ്ച് ഇല്ല വിത്ത് ദ നോർമൽ ഷോക്ക് വേവ് ഇസ് കൺസിഡർഡ്. So alpha is 90 for normal shock wave. So sin 90 എന്താണ്? 1 ആയിരിക്കും. So what you have is P2 by P1. If the flow normal shock wave ആണ് 2 gamma by gamma plus 1 M1 square minus, സെയിം ഇക്വേഷൻ ആണ് നിങ്ങൾ അവിടെ ഡെറൈവ് ചെയ്യുന്നത്. Py by Px ന്റെ ഇക്വേഷൻ അത് തന്നെയാണ്. P2 by P1 എന്ന നൊട്ടേഷൻ മാറ്റിയതേ ഉള്ളൂ. ഇത് ആക്ച്വലി if you put alpha as 90, you get the same equation what you had derived for static pressure ratio across a normal shock. Py by Px or P2 by P1 equal to 2 gamma by gamma plus 1 mx square minus gamma minus 1 by gamma plus 1 എന്ന് പറയുന്നത് നോർമൽ ഷോക്ക് വേവിന്റെ ക്രോസ് ആയിട്ടുള്ള പ്രഷർ റേഷ്യോ ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ വെഡ് പ്രോബ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ, യൂസിംഗ് ദാറ്റ് വെഡ് പ്രോബ് യു ക്യാൻ measure this pressure ratio, and from the measured pressure ratio you can calculate the Mach number of the flow, which will give you finally the flow velocity. അപ്പോൾ അതാണ് ഈ വെഡ്ജ് പ്രോബ് എങ്ങനെയാണ് നമുക്ക് പ്രഷർ മെഷർമെന്റ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതും, ഓർ ഫ്രം ദാറ്റ് പ്രഷർ മെഷർമെന്റ് ഹൗ യു ക്യാൻ കാൽക്കുലേറ്റ് ദി
ഫ്ലോ വെലോസിറ്റി. ഓക്കെ, അപ്പൊ അത് ഒരു വേറൊരു ഡിവൈസ് ആണ് വെഡ്ജ് പ്രോബ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, നൗ പ്രഷർ മെഷർമെന്റ്. നോർമലി പ്രഷർ മെഷർമെന്റ് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രഷർ ടാപ്പിംഗ്സ് പറയും. പ്രഷർ ടാപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എവിടെയാണോ, നമുക്ക് ഏത് പോയിന്റിലാണോ നമുക്കൊരു ഫ്ലോയില് ഏത് ലൊക്കേഷനിലെ പ്രഷറാണോ നമുക്ക് മെഷർ ചെയ്യേണ്ടത്, യു ക്യാൻ ക്രിയേറ്റ് പ്രഷർ ടാപ്പിംഗ്സ്. പ്രഷർ ടാപ്പിംഗ്സ് പറയുന്നത് അവിടെ ഹോൾ ഡ്രിൽ ചെയ്യും നമ്മൾ. അപ്പോൾ ഈ ഹോൾ ഡ്രിൽ ചെയ്യുക എന്ന് പറയുന്നത് അതിന് ഹോൾ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് അവിടെ നമ്മളൊരു പിറ്റഡ് ട്യൂബ് ഇൻസേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ട്യൂബിൽ രണ്ട് കാരണം കൊണ്ട് റൈസ് ചെയ്യാം. ഒന്ന് കാപ്പിലറി എഫക്ട് വരാം. നമുക്കറിയാം ഒരു ഫ്ലോ നമ്മളൊരു ഇൻസേർട്ട് ചെയ്ത് കാപ്പിലറി എഫക്ട് അവിടെ സംഭവിക്കാം, അല്ലെങ്കിൽ പ്രഷർ. അപ്പൊ കാപ്പിലറി എഫക്റ്റിന്റെ നിങ്ങൾക്കറിയാം, നിങ്ങൾ ആ കാപ്പിലറി ആക്ഷൻ കാപ്പിലറി എഫക്ട് പഠിക്കുമ്പോൾ അവിടെ ഒരു മിനിമം ഡയമീറ്റർ പറയുന്നുണ്ട്. അപ്പൊ അതിനെക്കാട്ട് ഹയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ കാപ്പിലറി എഫക്ട് എന്തായിരിക്കും, 8 mm ജസ്റ്റ് ഫോർ ദി ഫ്ലൂയിഡ് മെക്കാനിക്സ്. സോ ദാറ്റ് അപ്പൊ സ്റ്റാറ്റിക് ട്യൂബിന്റെ ഡയമെൻഷൻ ദാറ്റ് വിൽ ബി greater than the minimum diameter that will cause the capillary effect. അപ്പോൾ പ്രഷർ ടാപ്പിംഗ്സ് പറഞ്ഞാൽ ഒരു ഹോൾ ഈ എവിടെയാണോ നമുക്ക് ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ വി വിൽ ഡ്രിൽ എ ഹോൾ, ദാറ്റ് ഈസ് ടാപ്പ്. ആൻഡ് അറ്റ് ദിസ് ടാപ്പ് വി വിൽ കണക്ട് ദാറ്റ് സെൻസർ. സെൻസർ എന്ന് പറയുന്നത് ഇതാവാം, സ്റ്റാറ്റിക് ട്യൂബ് ആവാം, ഓർ സം അതർ വട്ട് എവർ പ്രോബ്സ് ദാറ്റ് ആർ അവൈലബിൾ ഫോർ മെഷർമെന്റ് ഓഫ് ദി പ്രഷർ. ട്രാൻസ്ഡ്യൂസർ എന്ന് പറയും നമ്മൾ. ട്രാൻസ്ഡ്യൂസർ മീൻസ് ഇറ്റ് ഇസ് എ പ്രഷർ സെൻസർ. ഓക്കെ, അപ്പൊ അത് ഇനി ഇവിടെ ഡയഗ്രത്തിൽ റൈറ്റ് സൈഡിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു സെൻസർ, സ്റ്റാറ്റിക് പ്രഷർ പ്രോബാണ്. സ്റ്റാറ്റിക് പ്രഷർ പ്രോബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നമ്മൾ സ്റ്റാറ്റിക് ട്യൂബ് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറയുന്നത് എവിടെയാണ്? ഇപ്പൊ ഇതിന്റെ നോസിൽ എപ്പോഴും ഇവിടെ ഒരു ഹോൾ ഡ്രിൽ ചെയ്തിട്ട് നോർമലി ഇഫ് യു ഹാവ് ദിസ് ഹോൾ ഹിയർ, ദാറ്റ് വിൽ ബി മെഷറിംഗ് ദ ടോട്ടൽ പ്രഷർ. ബട്ട് on the sides you have holes like this. If you provide the holes like this, that will be measuring the static pressure at this location. This is a probe. You can have this holes at the desired locations on the probe, and in this picture you can see that there are 4 holes drilled equally spaced. So this and the 4 side light 4 static holes provided. So that will be sensing the static pressure. So you can take the you will get the average of the pressure sensed by the holes that are provided on the surface of the probe. So this is a probe, static pressure probe, pitted probe. So this is the same pitted tube how you can use to measure the stagnation pressure. But pitted tube use ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഇതിന്റെ ഒരു pitted tube ന്റെ representation ആണ്. So there are no port on the sides. The port is provided on the nose. ഇവിടെ വരുമ്പോൾ ഫ്ലോ കണ്ടീഷൻസ് സ്റ്റാഗ്നന്റ് ആവും, or the entire energy will be, kinetic energy will be reduced to 0. That means velocity will be reducing to 0. We have the stagnant condition of the nose, so that the pressure sensed by this tube will be the total pressure or the stagnation pressure. Or else you can have a combination of static and stagnation tube. ഇതിൽ ഇവിടെ ഈ ഡയഗ്രത്തിൽ 2 പോർട്ട് പ്രൊവൈഡ് ചെയ്ത് 2 പ്രഷേഴ്സ് മെഷർ ചെയ്യുന്നുണ്ട്. വി ഹാവ് എ സ്റ്റാറ്റിക്, ഇതാ ഞാൻ പറഞ്ഞ ഒരു സ്റ്റാറ്റിക് പോർട്ട് എന്ന് പറയുന്നത്. സ്റ്റാറ്റിക് പോർട്ടിൽ അത് ആ പ്രോബ് എന്ന് പറഞ്ഞാൽ വിൽ നോട്ട് ബി ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫ്ലോ, ബട്ട് വി ഹാവ് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്റ്റാറ്റിക് ട്യൂബ് ആണ് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഹിയർ ദിസ് ഇസ് ദി അതർ വൺ ഈസ് ദി പ്രോബ് വിച്ച് ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ ഫ്ലോ. അപ്പൊ ഇത് ടോട്ടൽ പ്രഷർ മെഷർ ചെയ്യും, ഇത് സ്റ്റാറ്റിക് പ്രഷർ മെഷർ ചെയ്യും. ആൻഡ് ദാറ്റ് യു ക്യാൻ കണക്ട് ടു ദി ഡിവൈസ് manometer or some other transducer, so that will record the difference of that pressure, static pressure and stagnation pressure. The difference is the dynamic pressure, which you can use to calculate the velocity of the flow. അതിന്റെ കൂടുതൽ ഡയഗ്രംസ് കാണിക്കുന്നതേ ഉള്ളൂ. ഇതാ ഒരു പിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ്. താഴത്തെ ഡയഗ്രം നോക്കുക, മേലെയുള്ളത് തന്നെയാണ്. താഴെ ബോട്ടം ഫിഗർ. Bottom figure, what you can see here is the 2 ports are incorporated on a single device. ഇവിടെ സ്റ്റാറ്റിക് ഈ വരുന്ന നോസിൽ you have a port here. So this port will be recording the stagnation pressure. ഇതിന്റെ കോൺസെൻട്രിക് ആയിട്ട് 2 ട്യൂബ്സ് ആണ്. അപ്പൊ ഇന്നർ ട്യൂബിൽ എൻ്റർ ചെയ്യുന്ന ഫ്ലൂയിഡ് അല്ല ഈ ട്യൂബ് എന്ന് പറയുന്നത് you can connect to one side of the manometer or that meter.
whatever which will record that pressure, and on the sides also we have ports. So this will be recording the static pressure. ഒരു മാനോമീറ്ററിൽ രണ്ട് ലിംസിലായിട്ട് ഇതിന്റെ കണക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ what you can observe there is the difference of pressure between static and stagnation pressure. Now another type of probe or the device that is used for the pressure measurement is keel probe. ഈ കീൽ പ്രോബ് പറയുന്നതിന് മുമ്പ് നമുക്ക് നോർമലി നമ്മൾ ഇതിന്റെ ഒരു ആക്യുറസി, നമ്മൾ പിറ്ററ്റ് ട്യൂബ് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിക് ട്യൂബ് സ്റ്റാറ്റിക് പ്രഷർ യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞെങ്കിലും accuracy of that measurement is greatly dependent on the yaw and pitch angle. നിങ്ങൾക്കറിയാം yaw and pitch angle എന്ന് വെച്ചാൽ ഇതിന്റെ അലൈൻമെന്റ്, നമ്മൾ ഫ്ലോ ഡയറക്ഷൻ വരുന്ന ഡയറക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഈ പറയുന്നത്, അല്ലെങ്കിൽ ആ പ്ലേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സെൻസേഴ്സ് അതിന്റെ അകത്ത് ഫ്ലോയിൽ പ്ലേസ് ചെയ്യുന്നത്. ദാറ്റ് ഓറിയന്റേഷൻ of that sensor is very important for getting the accurate measurement of static as well as stagnation pressure. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് യാ ആംഗിളും പിച്ച് ആംഗിൾ. ആംഗിൾ രണ്ട് ഡയറക്ഷൻസ്, അതായത് ഒന്നുകിൽ ഇത് വെർട്ടിക്കലി ഇതിന്റെ ഓറിയന്റേഷൻസ്, അതായത് വരുന്ന ഡയറക്ഷൻ ഫ്ലോ ഡയറക്ഷന് ഇൻക്ലൈൻഡ് ആയിട്ട് വരാം, അത് വെർട്ടിക്കൽ ആയിട്ട് വരാം, ഹൊറിസോണ്ടൽ ആയിട്ടും വരാം. ഈ രണ്ട് ആംഗിൾ ഇതാണ് യാ ആംഗിളും പിച്ച് ആംഗിൾ എന്ന് പറയുന്നത്. സോ ഫോർ ആക്യുറേറ്റ് മെഷർമെന്റ് ഓഫ് ദി പ്രഷേഴ്സ് നോർമലി ദീസ് ആംഗിൾസ് ആർ to be 0. അത് എക്സാക്ട്ലി അലൈൻഡ് ആണെങ്കിലാണ് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് റിസൾട്ട്സ് കിട്ടുക. അപ്പൊ ഇത് എപ്പോഴും ഫിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ്സ് എന്നുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദിസ് അലൈൻമെന്റ് ഇസ് എ പ്രോബ്ലം. നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് അലൈൻ ചെയ്യണം, നമ്മൾ ജസ്റ്റ് പ്ലേസ് ചെയ്യുവാണ്, അലൈൻമെന്റ് കറക്റ്റ് ആവണമെന്നില്ല. ഒരു റീസൺ അത്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ ഫ്ലോ വേരിങ് ഫ്ലോ ആണെങ്കിൽ വരുന്ന ഇൻകമിംഗ് ഫ്ലോയുടെ ഡയറക്ഷൻസ്, ഇഫ് ദ ഫ്ലോ ഇസ് നോട്ട് എ കോൺസ്റ്റന്റ് ഫ്ലോ, ഫിക്സഡ് ഫ്ലോ അല്ല, ഇഫ് ഇറ്റ് ഇസ് വേരിങ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ വേരി ചെയ്യാം, മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യാം, ഡയറക്ഷൻ വേരി ചെയ്യാം. ഇൻ സച്ച് കേസസ് ദിസ് പ്രഷർ മെഷർമെന്റ് ദാറ്റ് വിൽ നോട്ട് ബി ദാറ്റ് മച്ച് ആക്യുറേറ്റ്, ബിക്കോസ് ഫ്ലോ ഡയറക്ഷൻ മാറുമെന്ന്, ഇതിന്റെ അലൈൻമെന്റ് മാറുകയെന്ന് വെച്ചാൽ, ഫ്ലോ ഡയറക്ഷൻ മാറുമെന്ന് വെച്ചാൽ ഇത് സെൻസർ ഇതുവരെ അലൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രഷർ റെക്കോർഡ് ചെയ്യും, ബട്ട് ദാറ്റ് പ്രഷർ വാല്യൂ will not be the exact pressure of the or the pressure condition of the incoming fluid. അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് നോർമലി ഫിറ്റഡ് ട്യൂബ്സിന്റെ കേസിൽ പറയുന്നുണ്ട്. ആ ഒരു ഡിസഡ്വാൻറ്റേജ് ഏറെക്കുറെ നലിഫൈ ചെയ്യുന്നതാണ് ഇതിലെ ഒരു കീൽ പ്രോബ് എന്ന് പറയുന്നത്. അപ്പൊ അത് പറയുന്നത് ഈ ഇപ്പൊ നിങ്ങൾ കാണുന്ന ഡയഗ്രം എന്ന് പറയുന്നത് ഒരു ഫിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബിന്റെ യാ ആംഗിൾ സെൻസിറ്റിവിറ്റി, യോ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് വെച്ചാൽ ദ വേരിയേഷൻ ഓഫ് ദ പ്രഷർ മെഷർമെന്റ് ഓർ ദ എറർ ഇൻ ദി പ്രഷർ മെഷർമെന്റ് വിത്ത് റെസ്പെക്ട് ടു ദി യാ ആംഗിൾ. ഇവിടെ ഇത് ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, ഇവിടെ നോക്കുക, ഈ മൂന്ന് കർവിൽ ഏറ്റവും ടോപ്പിലെ കർവ് എന്ന് പറയുന്നത് സോളിഡ് ലൈൻ റെപ്രസെന്റ് ദി സ്റ്റാറ്റിക് പ്രഷർ വേരിയേഷൻ, അതിലുള്ള എററാണ്. വൈ ആക്സിസിൽ പെർസെന്റേജ് എറർ, പ്രഷർ മെഷർമെന്റിലുള്ള എറർ, എക്സ് ആക്സിസിൽ കാണിച്ചിരിക്കുന്നത് യാ ആംഗിൾ ആണ്. അപ്പൊ ഈ രണ്ടിന്റെ റിലേഷൻ എന്ന് പറയുന്നത്, ടോപ്പിലെ സോളിഡ് ലൈൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഹെഡിലുള്ള വേരിയേഷൻ, അതിന്റെ പെർസെന്റേജ് എററാണ്. ഏറ്റവും താഴെയുള്ള സോളിഡ് ലൈൻ എന്ന് പറയുന്നത് ഡൈനാമിക് പ്രഷർ, ഡിഫറൻസ് സ്റ്റാറ്റിക്കും സ്റ്റാൻഡേർഡും തമ്മിലുള്ള അതിലുള്ള എറർ പെർസെന്റേജ് ആണ്. ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന കർവ് എന്ന് പറയുന്നത് ടോട്ടൽ ഹെഡിലുള്ള വേരിയേഷൻ ആണ്. സോ വാട്ട് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഫ്രം ദിസ് ഡയഗ്രം ഇസ് ദാറ്റ് ദ യാ സെൻസിറ്റിവിറ്റി ഓഫ് ദി ഫിറ്റഡ് സ്റ്റാറ്റിക് ട്യൂബ് is very significant. ആ വേരിയേഷൻ സിഗ്നിഫിക്കന്റ് ആണ്, whether you consider for static pressure measurement or total pressure measurement or the dynamic pressure which you calculate from the total and static pressure values. So യാ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കണം, that has to be very negligible if you are expected a very good accurate measurement of the pressure value from using any probe. The variation what you can finally conclude from this diagram is that a fitted static tube is very sensitive to this yaw angle variation. ഒരു കീൽ പ്രോബില് അപ്പൊ ആ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഒരു കീൽ പ്രോബിന്റെ കേസിൽ that is reduced to a minimum.
And how it is minimized is, you can see ഈ ഒരു സ്കെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു കീൽ പ്രോബ് ആണ്. കീൽ പ്രോബ് എന്ന് പറഞ്ഞിട്ട് സിമിലർ ടു എ ഫിറ്റഡ് ട്യൂബ്. ഇവിടെ ഒരു ബെൻഡ് ട്യൂബ് നിങ്ങൾക്ക് കാണാം. പക്ഷേ ഈ ബെൻഡ് ട്യൂബ് മാത്രമല്ല കീൽ പ്രോബ് എന്ന് പറയുന്നത്. ആ ബെൻഡ് ട്യൂബ് എങ്ങനത്തെ ചെയ്തേക്കുന്നത്, ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ഷ്രൗഡ്. അപ്പൊ അതൊരു ഷ്രൗഡ് ആണ് ഷീൽഡ്. ഈ ഷീൽഡിന്റെ എന്ന് പറയുന്നത് വെഞ്ചുറി ഡക്റ്റ് ആണ്. ഇതിന്റെ അകത്ത് ഒരു വെഞ്ചുറി ഡക്റ്റിന്റെ അകത്ത് you have kept this pitted tube inside a venturi shield. അപ്പൊ ഈ ഒരു കവറിംഗ് അല്ലെങ്കിൽ ഒരു ഷീൽഡ് കൂടി ഈ pitted ട്യൂബിന്റെ കേസിൽ വരുമ്പോൾ എന്താണ്, you can have a venturi, so the fluid which approaches the probe, that will be entering first it will enter through this venturi duct. വെഞ്ചുറിയുടെ ഷേപ്പിലാണ് ഇവിടെ ഏരിയ എന്താണ് വെഞ്ചുറി ഡക്ട് നിങ്ങൾക്ക് അറിയാം എന്താണ് ഒരു വെഞ്ചുറി ഡക്ട് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് എ കൺവേർജിംഗ്, ദെൻ എ കോൺസ്റ്റന്റ് പോർഷൻ, ദെൻ എ ഡൈവേർജിംഗ്. ആ രീതിയിലുള്ള ഒരു വെഞ്ചുറി ഡക്ട് ആണ് ഇവിടെ കാണാം. സോ ദിസ് ഈസ് ദി വെഞ്ചുറി ഷ്രൗഡ്. വി വിൽ കോൾ ദിസ് as വെഞ്ചുറി ഷ്രൗഡ് or വെഞ്ചുറി shield. So the pitted tube is kept inside this venturi shield. So the flow that will enter to this venturi shield, and so when the flow is happening with ഇവിടെ ഒരു ആംഗിൾ മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. whenever the flow is between this angle, the fluid which enter, that will be parallel to the venturi axis. അപ്പോൾ ഇതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് ഇത് ഈ ഡക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് ഒരു സ്ട്രീം ലൈൻ്റെ ഫ്ലോ ആയിരിക്കും. and the streamline that will be parallel to the axis of this venturi duct. When you say the streamline is parallel to the axis of the duct, that is parallel to this venturi, this pitted tube. Pitted tube in the axis nu parayunna adum parallel aayirukkum. So that the tube as well as the flow direction, they are in aligned, so that the error due to your angle is 0. So this will give a more accurate measurement of static pressure or stagnation pressure compared to a simple pitted tube. ഇതാണ് കീൽ പ്രോബിന്റെ കേസ്. whatever thing there is, you read it. So this diagram represents the sensitivity of a keel probe to the angle. When the y-axis again percentage error plotted against the yaw or pitch angle. So what you can see here is the error is almost minimum, 0. So this horizontal you can see here that error. That means a keel probe is insensitive to variations in pitch angle or yaw angle. So that is what about the keel probe. Okay. So with that, I'm stopping today's class. If you have any doubt, you can ask. Then we have discussed, or we have learned about 2 new types of probes, one wedge and another one keel. മറ്റേത് pitted tube കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ. So in the next class, we will be discussing the pressure measurement devices or measurement probes for temperature. And also we will discuss on wind tunnels that are used for testing of models. Okay. Okay then, thank you.